പാറശാല ഷാറൂൺ വധക്കേസിൽ ശിക്ഷാവിധിയിൽ വാദം തുടങ്ങിയിരിക്കുന്നു. ശിക്ഷയെക്കുറിച്ച് പറയാനുണ്ടോ എന്ന് കോടതി ഗ്രീഷ്മയോട് ചോദിച്ചു. ഉണ്ടെന്ന് ഗ്രീഷ്മയുടെ അഭിഭാഷകൻ പറഞ്ഞു. ഗ്രീഷ്മ ആവശ്യങ്ങൾ എഴുതി നൽകിയിരിക്കുകയാണ്. ഷാറൂണിന്റെ കുടുംബവും കോടതിയിൽ എത്തിയിട്ടുണ്ട്. TV പ്രസാദും അഷിൻ ഡിയാഗോയുമാണ് കോടതിക്ക് പുറത്തുനിന്ന് വിവരങ്ങൾ നൽകുക. അഷിൻ ഡിയാഗോ കോടതിക്ക് അകത്താണുള്ളത്. TV പ്രസാദ് വിവരങ്ങളുമായി. പ്രസാദ്, ഇപ്പോൾ ഗ്രീഷ്മയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ എഴുതി നൽകിയിരിക്കുന്നു. എന്തൊക്കെയാണ് ഈ എഴുതി നൽകിയ കാര്യങ്ങൾ എന്നതിന്റെ സൂചനയുണ്ടോ? ഇന്നിപ്പോൾ ഷാറൂണിന്റെ കുടുംബവും ശിക്ഷ അറിയാൻ കോടതിയിൽ എത്തിയിരിക്കുന്നു. ഇന്നലെ അവർ എത്തിയിരുന്നില്ല. സ്മൃതി, റിനുവും സുനിഷയുമാണ് കോടതിക്കകത്ത് നിന്ന് നമുക്ക് വിവരങ്ങൾ നൽകുന്നത്. കോടതിക്ക് പുറത്ത് ഞാനും അശ്വിനുമാണുള്ളത്. ഗ്രീഷ്മയോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി ചോദിച്ച സമയത്ത് പറയാനുണ്ട് എന്ന് അഭിഭാഷകൻ പറഞ്ഞു. അപ്പോൾ ഗ്രീഷ്മയെ ജഡ്ജ് അടുത്തേക്ക് വിളിപ്പിക്കുകയായിരുന്നു. പറയാനുള്ള കാര്യങ്ങൾ എഴുതിക്കൊണ്ടായിരുന്നു ഗ്രീഷ്മ വന്നിരുന്നത്. അത് ജഡ്ജിന് കൈമാറുകയും ചെയ്തു. ജഡ്ജ് അത് വിശദമായി വായിക്കുകയും ചെയ്തു. ഒപ്പം വിദ്യാഭ്യാസ രേഖകളും കൊണ്ടായിരുന്നു വന്നത്. മനസ്സിലാകുന്നത് പഠിക്കണം എന്ന ആവശ്യം കോടതിയുടെ മുന്നിൽ ചൂണ്ടിക്കാണിച്ചത്. പരമാവധി ഇളവ് നൽകണമെങ്കിൽ ഈ ഇളവ് നൽകിയാൽ മാത്രമേ പഠിക്കാൻ കഴിയൂ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, നേരത്തെ മറ്റൊരു ക്രിമിനൽ കേസും തന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല എന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഗ്രീഷ്മ കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ നടക്കുന്നത് ഈ കേസിലുള്ള അന്തിമവാദമാണ്. സാധാരണ കോടതി ഈ കുറ്റക്കാരെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അടുത്ത ദിവസം അന്തിമവാദം കേട്ട് അന്ന് തന്നെ ശിക്ഷ പ്രഖ്യാപിക്കാറാണ് പതിവ് രീതി. പക്ഷേ ഇന്നൊരുപക്ഷെ അത് ഉണ്ടാകില്ല എന്നുള്ളതാണ് വരുന്ന വിവരം. ഒരുപക്ഷെ തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അക്കാര്യത്തിൽ പക്ഷേ അന്തിമ തീരുമാനമെടുക്കേണ്ടത് കോടതിയാണ് എന്നുള്ളതാണ്. അന്തിമവാദം തുടരുന്നു. പ്രതിഭാഗത്തോട് ചോദിച്ചു എന്താണ് പറയാനുള്ളതെന്ന്. ഇനിയിപ്പോൾ ഒരു അന്തിമവാദം അതിൽ നടക്കും. അതിനുശേഷമാണ് കോടതി തീരുമാനമെടുക്കുക. ഇന്ന് പറയണോ അതല്ല അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കണമോ എന്നുള്ളത്. എന്തായാലും കേരളം കാത്തിരിക്കുന്ന ഒരു വിധിയാണ്. കേരളത്തെ പിടിച്ചു കുലുക്കിയ ഒരു കൊലപാതക കേസാണ് ഇത് എന്നതാണ്. ഗ്രീഷ്മയുടെ കുറ്റങ്ങൾ ഒന്നൊന്നായി അത് പോലീസ് വളരെ കൃത്യമായി ശാസ്ത്രീയമായ തെളിവുകളോടെ അത് ഹാജരാക്കുകയും അത് കുറ്റപത്രമായി അവതരിപ്പിക്കുകയും കോടതിയുടെ മുന്നിൽ എത്തിക്കുകയുമായിരുന്നു. പ്രോസിക്യൂഷൻ വളരെ കൃത്യമായി തന്നെ അവരുടെ വാദങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. അത് കോടതി അംഗീകരിച്ചു. ഗ്രീഷ്മയുടെ അമ്മ മാത്രമാണ് കുറ്റക്കാരല്ല എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഗ്രീഷ്മയുടെ അമ്മാവനും കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്ന നിലയിലേക്ക് കേസ് മുന്നോട്ട് പോയി എന്നുള്ളതാണ്. ഒരുപാട് പ്രതിസന്ധികളിലൂടെ മുന്നോട്ട് വന്ന ഒരു കേസാണ് ഇത് എന്നതാണ്. അതായത് ഷാരോണിന്റെ കുടുംബം ആദ്യഘട്ടത്തിൽ വ്യക്തമായി പരാതി നൽകിയെങ്കിലും അന്ന് പരാതി സ്വീകരിക്കാൻ പോലും പാറശാല പോലീസ് തയ്യാറായിരുന്നില്ല. പിന്നീട് തെളിവുകൾ ഒന്നൊന്നായി ഹാജരാക്കിയപ്പോഴാണ് അവസാനം പോലീസ് ഈ കേസിൽ ഇടപെട്ടതും FIR രജിസ്റ്റർ ചെയ്ത് കേസന്വേഷണം തുടങ്ങിയതും. ഏറ്റവും ഒടുവിൽ ഷാരോണിന്റെ മരണത്തിന് പിന്നാലെ ഗ്രീഷ്മയെ ചോദ്യം ചെയ്ത് ഗ്രീഷ്മ കുറ്റം സമ്മതിച്ചതിന് ശേഷം തെളിവുകൾ ഒന്നൊന്നായി വളരെ കൃത്യമായി അടുക്കി വെച്ചുകൊണ്ടത് കോടതിക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. ഈ കേസിലെ ദൃക്സാക്ഷി, അതുപോലെ തന്നെ സാഹചര്യ തെളിവ്, അതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി നിന്നത് ഡിജിറ്റൽ തെളിവുകളായിരുന്നു. അതിൽ വാട്സപ്പ് ചാറ്റുകൾ ഉണ്ടായിരുന്നു, വോയിസ് കോളുകൾ ഉണ്ടായിരുന്നു, CDR ഉണ്ടായിരുന്നു, കോൾ ഡീറ്റെയിൽസ് റെക്കോർഡ്സ് ഉണ്ടായിരുന്നു. അതുകൂടാതെയുള്ള ചില വീഡിയോകൾ. അതാണ് ഏറ്റവും കൃത്യമായ ശരി പ്രസാദ്, ഇപ്പോൾ പ്രോസിക്യൂഷൻ വാദം ആരംഭിച്ചിരിക്കുന്നു. ഗ്രീഷ്മയുടെ ഭാഗം കോടതി കേട്ടുകഴിഞ്ഞ ശേഷമാണിത് പ്രോസിക്യൂഷൻ വാദം കേൾക്കുന്നത്. കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്ന് പ്രോസിക്യൂഷൻ പറയുന്നു. പരമാവധി ശിക്ഷ നൽകണം എന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നു. ഇന്നലെ ഷാരോണിന്റെ കുടുംബവും അതാണ് ആവശ്യപ്പെട്ടിരുന്നത്. ഒരു ചെറുപ്പക്കാരന്റെ സ്നേഹത്തെയാണ് കൊന്നത് എന്നാണ് പ്രോസിക്യൂഷന്റെ വാദം.